ഒരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ക്രെഡിബിലിറ്റി ഇന്റർവ്യൂസ് നടത്തുന്നത് അതാത് യൂണിവേഴ്സിറ്റീസിന്റെ ട്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഡെലഗേറ്റ്സ് ആയിരിക്കും. ക്രെഡിബിലിറ്റി എന്ന വാക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജെന്യൂൻ സ്റ്റുഡൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ജെന്യൂൻ സ്റ്റുഡൻസിനെ അഷ്യൂർ ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ സ്റ്റുഡന്റ് വിസ ഒരു ഇമിഗ്രേഷൻ റൂട്ടായിട്ട് അല്ല കാണുന്നതെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സബ്ജക്ട് എക്സ്പെർട്ടീസ് ആണ്. BSc കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റിന്റെ എല്ലാ കാര്യങ്ങളല്ല വളരെ ബെയർ മിനിമം ഒരു നോളജ് നിങ്ങൾക്കുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രത്തോളം ക്രെഡിബിൾ ആണെന്നും നോക്കും. അവർക്ക് അറിയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, വൈ യു ഹാവ് സെലക്ടഡ് ദിസ് യൂണിവേഴ്സിറ്റി, വൈ ദിസ് കൺട്രി ആൻഡ് വാട്ട് ഈസ് യുവർ പ്ലാൻ വെൻ യു കംപ്ലീറ്റ് ദിസ് പ്രോഗ്രാം. ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ജോലി നോക്കും അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ട്രെയിറ്റ് അവേ ദേ റിജക്ട് യു. എല്ലാ ഫോറിൻ യൂണിവേഴ്സിറ്റീസും ഫോറിൻ സ്റ്റുഡൻസിനെ റിസീവ് ചെയ്യുന്നത് അവരുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ നിങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യാനല്ല. അപ്പം ആ രീതിക്ക് ആൻസർ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മൾ ഈ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂസിൽ നമ്മൾ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്.